ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുതിയതായിട്ടൊരു ഫ്രീ എപ്പിക് ചാൻസ് സ്റ്റീൽ കൊണ്ടുവന്നായിരുന്നു. സോ നമുക്ക് എല്ലാവർക്കും അത് അവൈലബിൾ ആണ്. ലെജൻഡ് അസംബിൾ എന്ന പേരിലാണ് ആ പാക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 12 ലെജൻസിനെ അവർ അതിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. സോ അതിലത്തെ കിഡിലെ 2 പ്ലേയേഴ്സാണ് നമ്മുടെ സർജ് അഗ്യൂറോ, വെയിൻ റൂണി. സോ അഗ്യൂറോയുടെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അതിലത്തെ വെയിൻ റൂണിയുടെ ഒരു കിഡിലൻ ഗെയിം പ്ലേ റിവ്യൂ കേട്ടോ. സോ എനിക്ക് ഇത് കിട്ടിയത് പെർ ക്യാമ്പിനാണ്. നിങ്ങൾക്ക് ആര് കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ റൂണി അറിയാലോ, ലോകത്ത് തന്നെ ഏറ്റവും മികച്ച പ്ലേയേഴ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ മാൻചെസ്റ്റർ യുണൈറ്റഡിൻ്റെ എക്കാലത്തെ മികച്ച ലെജൻഡിനാണ് നമ്മുടെ വെയിൻ റൂണി. ഏകദേശം 393 കളിയിൽ നിന്ന് 183 ഗോൾ അവർക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്ന കാർഡ് അത് സിസർ കട്ട് അടിക്കുന്ന ആ കാർഡാണ്. സോ അത് 2011 അവരുടെ റൈവൽ ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആളൊരു ബൈസിക്കിൾ ഗോൾ ഇട്ടിട്ടുണ്ട്. ഒരു കിടിലൻ ഗോളാണ്, വേൾഡ് ഫേമസ് ഗോളാണ്. സോ അതിൻ്റെ കാർഡാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. സോ കാർഡിൻ്റെ ആ പെർഫോമൻസ് വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ആൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫിനിഷിംഗ് പറഞ്ഞ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിൽ പവർ പറഞ്ഞ സ്കില്ലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കിഡിലെ സ്കില്ലാണ് വരുന്നത്. എന്തായാലും അതിൽ ഗോൾ അടിച്ച പോലെ സിസർ കട്ടൊക്കെ അടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തായാലും നമുക്കിന്ന് ഗെയിം പ്ലേ ചെയ്യേണ്ടതായിരിക്കും. ലോങ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തായാലും ഉറപ്പാണ്. അപ്പോൾ നോക്കി നോക്കാം ആളുടെ ഗെയിമിലത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെയിൻ റൂണിയെ കിട്ടിയെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അത് ഞാൻ ആൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷനും കാര്യങ്ങളും ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. സോ പ്രോഗ്രഷൻ നോക്കുകയാണെങ്കിൽ 11 ഷൂട്ടിങ്, 4 ഡ്രിബിളിങ്, 10 ഡിസ്ചാർജ്, 9 ലോഫ് സ്ട്രെങ്ത്, 2 ഏരിയയിലാട്ടോ കൊടുത്തിരിക്കുന്നത്. സോ ആളുടെ സ്റ്റാറ്റ്സും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 25 വയസ്സുള്ള യങ് വെയിൻ റൂണിയാണ്. 176 ഹൈറ്റ് വന്നിരിക്കുന്നത്. റൈറ്റ് ഫുട്ടറാണ്. ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയിട്ട് ആൾ വന്നിരിക്കുന്നത്. ആൾ സെൻട്രൽ ഫോർവേഡ്, AMF, SS കളിക്കും. ഇനിയിപ്പോൾ പൊസിഷൻ ആണെങ്കിൽ റൈറ്റിംഗ് ഫോർവേഡ്, ലെഫ്റ്റിംഗ് ഫോർവേഡും കളിക്കും കേട്ടോ. സോ ഓവർ റേറ്റിംഗ് ഇപ്പോൾ 104 വന്നിരിക്കുന്നത്. ഇതിൽ അറ്റാക്കിംഗ് അവയർനെസ് 88 ഉണ്ട്, ബോൾ കൺട്രോൾ 92, ഡ്രിബിളിങ് 85, ടൈറ്റ് പൊസിഷൻ 88, ലോ പാസ് 82, ലോഫ്റ്റഡ് പാസ് 80. അപ്പോൾ ഡ്രിബിളിംഗ് സെക്ഷൻ വരുമ്പോൾ ഒരു സെൻറ്റർ ഫോറിന് വേണ്ടിയുള്ള രീതിയിലുള്ള കിടിലൻ ഡ്രിബിളിംഗ് ഉണ്ട് ആൾക്ക്. പാസിങ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ ചൊല്ലും, എന്നാലും സെൻറ്റർ ഫോറിന് വെച്ച് പാസിങ് ഒക്കെ ഉണ്ട്. ഫിനിഷിങ് 93 വന്നിരിക്കുന്നത്, കുറച്ച് കുറവാണ്. എന്നാലും ഓക്കെ, നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. പിന്നെ സെറ്റ് പീസ് നോക്കുകയാണെങ്കിൽ 89 കേള് 90 ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കേളൊക്കെ ചെയ്ത് കളിപ്പിക്കാൻ വെക്ക്. അതുപോലെ തന്നെ സ്പീഡ് 90, ആക്സലേഷൻ 90, കിക്കിംഗ് പവർ 96. അപ്പോൾ അവിടെയൊക്കെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ആവറേജ് ബേസിലുള്ള ഒരു കാർഡായിട്ട് വന്നിരിക്കണം കേട്ടോ. പിന്നെ ഫിസിക്കൽ കോൺടാക്ട് 85 ഉണ്ട്, ബാലൻസ് 85, സ്റ്റാമിന 88. സോ ഒരു 80 മിനിറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് നമ്മുടെ വെയിൻ റൂണിയുടെ. സോ ആൾക്ക് ഇപ്പോൾ ബൂസ്റ്റർ കൊടുത്തിരിക്കുന്നത് ഷൂട്ടിംഗ് ആണ്. നിങ്ങൾ സ്ട്രൈക്ക് എസിസ്റ്റൻ്റ് കൊടുത്താൽ മതി, അതായിരിക്കും ബെറ്റർ കേട്ടോ. ഇനിയിപ്പോൾ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഹെഡിങ്, ലോങ് റേഞ്ച് കേളർ, റേസിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ആക്രോബാറ്റിക് ഫിനിഷിങ്, ഫസ്റ്റ് ടൈം ഷോട്ട്, ഫിനോൽ ഫിനിഷിംഗ്, വിൽ പവർ, 1 ടച്ച് വാസ് ത്രൂ പാസിങ്. അപ്പോൾ ഫിനോൽ ഫിനിഷിങ്ങും വിൽ പവർ ആളുകൾക്ക് സ്പെഷ്യൽ സ്കില്ല് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഡബിൾ ടച്ച്, മാർസലേട്ടാണ്. പിന്നെ അത് 2 കൊടുത്താൽ മതി. ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും കേളറൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അതന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിപ്പിക്കാൻ പറ്റും. എന്തായാലും ഇതിലിപ്പോൾ ഡിപ്പിങ് ഷോട്ടും ഗെയിം വെച്ചപ്പോൾ ഡബിൾ ടച്ച് ഒന്നും കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാൻ. ഡബിൾ ടച്ച് ഒന്നുമില്ല, എങ്ങനെയാവും എനിക്ക് അറിയില്ല കേട്ടോ. കളിപ്പിക്കുമ്പോൾ കുറച്ച് ബോറായി എന്ന് വരാം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് കളി എങ്ങനെ ഉണ്ടെന്ന്. അപ്പം തന്നെ നമുക്ക് നോക്കി നോക്കാം ആളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹസാർഡ് ആൻഡ് അഗ്യൂറോ ചെറിയ പിടുത്തമൊക്കെ ഉണ്ടാ, എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഭയങ്കര പിടുത്തം വരുന്നത് കളിക്കുമ്പോൾ. ഒപ്പമയ ആൻഡ് റൂണി, ഓക്കെ. നെയ്മർ ആൻഡ് ഇറ്റ്സ് വെയിൻ റൂണി. റൂണി ഫേക്ക്, ഓക്കെ. റൂണി അടുപ്പിച്ച് നോക്കാം. റൂണി, ഓക്കെ. റൂണി ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. 29 മിനിറ്റ് വരെ കാത്തിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഗോൾ അടിക്കാൻ. കളിയൊക്കെ എന്താ അറിയില്ല, നല്ല ലാഗ് അടിക്കുന്നുണ്ട്. സർവറിൻ്റെ ഇഷ്യൂ തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ആർക്കും ലാഗ് അടിക്കാൻ പറയട്ടോ. ഓക്കെ. നെയ്മർ ആൻഡ് ഇറ്റ്സ് വെയിൻ റൂണി. റൂണി നൈസ് ഡാഷ് ട്രിബിൾ. റൂണി ഓ നല്ല ബാലൻസും ഫിസിക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഫേക്ക് ടേൺ എടുക്കാം. നൈസ് വൺ. റൂണി വെയിൻ റൂണി ഉള്ളിക്ക് വരാം. വെയിൻ റൂണി ഓക്കെ. ഒരു കേൾ കൊടുക്കാം. വെയിൻ റൂണി യോടാ പോസ്റ്റും അടിച്ചറോ. റൈക്കാർഡ് ആൻഡ് റൂണി ഓപ്പൺ ആണ്, അടുപ്പിച്ച് നോക്കാം. വെയിൻ റൂണി നേരെ ഗോളിയുടെ ഫ്രണ്ടിലേക്ക് അടി പോയത്. എംബാപ്പെ അടിപ്പ് കിട്ടും കേട്ടോ. സൺ ഹ്യൂമിനാണ്. ബ്ലിറ്റ്സ് അല്ലേ ഓൻ? അതെ ബ്ലിറ്റ്സ് ആണ്. എടാ ബ്ലോക്ക്. ഓക്കെ നൈസ് വൺ. സെനിറ്റി ആൻഡ് ഇറ്റ്സ് നെയ്മർ ടു റോബ്സൺ. റൂണി ഓ നൈസ് റൂണി. ഗുഡ് ഡ്രിബിളിംഗ് റൂണി. ടേൺ നൈസ് വൺ. റൂണി അടുപ്പിച്ച് നോക്കാം. വെയിൻ റൂണി ഓ തൊള്ള വീണ് പോനെ തൊള്ള. അത് കിടിലൻ ഗോളായിട്ട് ഒന്നും പറയില്ല. ആ ആംഗിൾ ഞാൻ കയറും വിചാരിച്ചില്ല. പക്ഷേ റൂണി ഇന്റർസെപ്റ്റ്. ഓക്കെ. സെനിറ്റി ആൻഡ് ക്രോയിഫ് ടു ഒബ ടു ക്രോയിഫ്. ത്രൂ ബോൾ ടു റോബ്സൺ. ത്രൂ വയ്ക്കാം. ഒബ പോണ്ട്. ത്രൂ തള്ളാം. റൂണിൻ്റെ അവിടെ അടുപ്പിച്ച് നോക്കാം. വെയിൻ റൂണി ബാങ്കർ ഫ്രം വെയിൻ റൂണി. ഓപ്പൺ ആയിരുന്നു, അത് കയറി പേടിച്ചാലും ഗോളാവും. പക്ഷേ
പൊട്ടിക്കേണ്ട അതല്ലേ രസം. ഗുഡ് ഇന്റർസെപ്ഷൻ അല്ലേ, അതവിടെ ഗോളായിരുന്നു വച്ചു. ഓക്കെ ആൻഡ് കാർലോസ് ത്രൂ ടു റോബ്സൺ. റോബ്സൺ എടുത്തത്, റോബ്സൺ പോയിട്ടില്ല. ഓക്കെ റോബ്സൺ ആൻഡ് ഇറ്റ്സ് കാർലോസ്. ക്രോസ് ഇടാം, റൂണി ഉണ്ട് അവിടെ. റൂണി അയ്യടാ, സേവ് ഇട്ടൂല മുത്തേ. ഗുഡ് ഇന്റർസെപ്ഷൻ, ത്രൂ തള്ളാം. റൂണി അവിടെ ഉണ്ട്. റൂണി കേട് കൊടുക്കാം. റൂണി അയ്യോ എടാ പോസ്റ്റ് അടിക്കാ എടാ ഓഫോ. ആൻഡ് ഇറ്റ്സ് റോബ്സൺ. നെയ്മർ ടു വെയിൻ റൂണി. ടേൺ നൈസ് വൺ റൂണി. ഓപ്പണാണ്, അടിപ്പിച്ച് നോക്കാം. റൂണി തലയ്ക്ക് അറച്ച് വെച്ചോ. റൂണിയാണ് അസിസ്റ്റ് കിട്ടിയാൽ പൊളിക്കും. ഹെഡ് സലിബ. പെർഫെക്റ്റ് ഗോൾ മോനെ, പെർഫെക്റ്റ് ബോളും പെർഫെക്റ്റ് ഗോളും. വെയിൻ റൂണി പ്ലസ് സലിബ, കിടിലൻ സെറ്റ് പീസായി. ആൻഡ് ഇറ്റ്സ് എക്കിറ്റിക്കെ. ഗുഡ് ഇന്റർസെപ്ഷൻ വെക്കൻജി. ആൻഡ് ഇറ്റ്സ് റോബ്സൺ. നെയ്മർ ആൻഡ് റൂണി. റോബ്സൺ ടേൺ. കാർലോക്ക് വെക്കാം. കാർലോസ് നെയ്മറിന് വെക്കാം ത്രൂ. ഓക്കെ നെയ്മർ കട്ട് ബാക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ റൂണി. അത് ഫ്ലിക്ക് പേട്ട ഗോളായിട്ടോ. ഫിനോൽ ഫിനിഷിങ് പറയാൻ പറ്റുമോ അതിന്? എന്നാലും നൈസായിട്ടുള്ളൊരു ഗോൾ. ടെക്നിക്ക് അടിപൊളിയായിരുന്നു ആ ഗോളിനോട്ടിൽ. സെലിബ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെയിൻ റൂണി. റൂണി റൂണി ഉള്ളിക്ക് വരാം. റൂണി സ്പേസ് ഉണ്ട്. റൂണി അടിപ്പിച്ച് നോക്കാം. വെയിൻ റൂണി ആൻഡ് ഇറ്റ്സ് എ ഡിപ്പിംഗ് ഷോട്ട്. കിടിലൻ ഗോൾ. ഒന്നും പറയില്ല, ഡിപ്പിംഗ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സ്കില്ല് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റൂണി. വെയിൻ റൂണി ബാങ്ക് കൊടുക്കാം. വെയിൻ റൂണി എടാ പോസ്റ്റ് വെയിൻ റൂണി ടേൺ എടാ ഫിസിക്ക് അടിപൊളി കിട്ടും മൂപ്പരെ. നൈസ് ഡ്രിബ്ലിംഗ് ഫ്രം റൂണി. അടിപ്പിച്ച് നോക്കാം. റൂണി എന്തത്. ആൻഡ് ഇറ്റ്സ് ഔബമയങ്. ആൻഡ് ഇറ്റ്സ് റൂണി ത്രൂ ബോൾ വയ്ക്കാം. ഓക്കെ നെയ്മറും ഉണ്ട്. നെയ്മർ കട്ട് ബാക്ക് വെക്കാം. റൂണി വരുന്നുണ്ട്. റൂണി ഓക്കെ കിടിലൻ ഗോൾ കിട്ടോ. നല്ലൊരു ടീം വർക്കായിരുന്നു അവിടെ. റൂണിയുടെ കിടിലൻ ത്രൂ ബോൾ ആയിരുന്നു. നെയ്മറിന് ഓപ്പൺ ആയിരുന്നു, പക്ഷെ നമ്മൾ റൂണിനെ ഒന്ന് വരാൻ നിന്ന് കട്ട് ബാക്ക് വെച്ചു കിടിലൻ ഗോളായി. എടുത്തിട്ടുണ്ട്. കാർലോസ് നെയ്മർ ആൻഡ് ഇറ്റ്സ് കാർലോസ്. പാസ് ടു വെയിൻ റൂണി. ടേൺ നൈസ് ടേൺ. ഒന്നുകൂടി ഉള്ളിക്ക് വരാം. റൂണി അടിപ്പിച്ച് നോക്കാം. വെയിൻ റൂണി ഗുഡ് ഗോൾ ഫ്രം റൂണി. വീണ്ടും ഒരു ഡിപ്പിംഗ് ഷോട്ടായിരുന്നു കേട്ടോ. കിടിലൻ ഗോൾ. ഒബമയങ് ആൻഡ് ഇറ്റ്സ് റൂണി. ഫസ്റ്റ് ടച്ച് അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. അടിപ്പിച്ച് നോക്കാം. റൂണി ഓക്കെ ഗോൾ. ഓൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നതാ, അത് നമ്മൾ മുതലെടുത്ത് റൂണി വിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതാണല്ലോ മാസ്റ്റർ പീസാണ് ഈ സാധനം. മെസ്സി കാർലോസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്. നെയ്മർ ത്രൂ ബോൾ ടു വെയിൻ റൂണി. ഉള്ളിക്ക് വരാം. ഡാഷ് അടിക്കാം. റൂണി അടിപ്പിച്ച് നോക്കാം. റൂണി അസിസ്റ്റ് കിട്ടും നോക്കാം. ഹെഡ് റൈക്കാർഡ്. ഓക്കെ അപ്പോൾ വീണ്ടും ഒരു അസിസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ത്രൂ ബോൾ ടു കാർലോസ്. ആൻഡ് ഇറ്റ്സ് റൂണി ഉള്ളിക്ക് കട്ടിയാം. റൂണി സ്പേസിൽ അടിപ്പിച്ച് നോക്കാം. വെയിൻ റൂണി അയ്യോ. ഗുഡ് ഇന്റർസെപ്ഷൻ ഫ്രം സെലിബ. ആൻഡ് ഇറ്റ്സ് റോബ്സൺ. റൂണി ഉള്ളിക്ക് വരാം. നൈസ് ഡ്രിബ്ലിംഗ് റൂണി. എൻ്റെ പൊന്നളിയ കിടിലൻ. സേവ് ഇട്ട നല്ല ഡ്രിബിളായിരുന്നു. ചെറിയ സ്പേസിലൊക്കെ ഓടിക്കയറുന്നുണ്ട്. ഭാഗ്യമുണ്ട്, അതിപ്പോൾ നക്കാട്ട പോയി ഗോൾ അടിച്ചിരുന്നു. റോബ്സൺ. റൂണി അവിടെ. ഓക്കെ റൂണിക്ക് വെക്കാം. ടേൺ വരാം. ഫേക്ക് ഇടാം. ഓക്കെ അടിപ്പിച്ച് നോക്കാം. റൂണി എന്താ ഒരേ പേച്ചണിൽ കുറേ സേവ്സ് വരുന്നുണ്ടല്ലോ. അതാരോ ഒലിവർഗാനോ പോകുന്നുണ്ട്. തിരിച്ചടിച്ചില്ലേ പണി വാളും. ആൻഡ് റൂണി നൈസ് ഡ്രിബ്ലിംഗ്. റൂണി അടിപ്പിച്ച് നോക്കാം. റൂണി അളിയാ ഇടുക്ക്. ഗുഡ് ഇന്റർസെപ്ഷൻ ഫ്രം റൈക്കാർഡ്. ആൻഡ് ഇറ്റ്സ് റോബ്സൺ ടു നെയ്മർ ആൻഡ് റൂണി അടിപ്പിച്ച് നോക്കാം. റൂണി എടാ എന്താട്ടി അത് പോയത്. റേസിംഗ് ആട്ടോ അടിച്ച് കയറിയത്. കിടിലൻ സാധനം. പോസ്റ്റും അടിച്ച് ഉള്ളിൽ കയറി. കിടിലൻ ഗോള്. റൈക്കാർഡ്. റോബ്സൺ. റൂണി ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ. റൂണി അടിപ്പിച്ച് നോക്കാം. വെയിൻ റൂണി എടാ അത് അടിച്ചു വെച്ചുവോ. ബ്ലോക്കിലെട്ടി ഭാഗ്യം. ഹെഡ് ക്ലിയർ. അടിയ പാസ് കൊടുത്തേ. ആൻഡ് ഇറ്റ്സ് റൈക്കാർഡ്. പാസ് ടു വെയിൻ റൂണി ടു നെയ്മർ. റൂണിയോട് ത്രൂ തള്ളാം. ഓക്കെ റൂണി എടാ ഓവർ ടച്ചായോ. റൂണി ടേൺ എടുത്തിട്ടുണ്ട്. റൂണി നൈസ് വൺ. ഉള്ളിക്ക് വരാം. റൂണി ഡാഷ് അടിക്കാം. റൂണി അടിപ്പിച്ച് നോക്കാം. വെയിൻ റൂണി ഇങ്ങനത്തെ ഗോൾ നമുക്ക് വേണ്ടതാ. എന്താ അടി. കിടിലൻ ഗോള്. ഓക്കെ റൈക്കാർഡ് തൂക്കി. നെയ്മർ. റൂണി ടേൺ വരാം. ടേൺ ഒരു രക്ഷയില്ല. അടിപ്പിച്ച് നോക്കാം. വെയിൻ റൂണി പക്ഷെ ഒരേ സൈസിൽ പോവാം. ഓക്കെ ക്രോയിഫ് എടുത്തിട്ട് ക്രോസ് ഇടാം. റൂണിയുടെ തലയ്ക്ക് വെക്കുക. റൂണി ക്ലിയർ ചെയ്ത്. ആസ്റ്റിൻ. ഓക്കെ ഗുഡ് ബ്ലോക്ക്. നെയ്മർ ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്. റൂണി. ഒബമയാങ്
ത്രൂ തള്ളാം. ക്രോയിഫ് എടുക്ക്. ഓക്കെ ക്രോയിഫ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റോണി. എടാ ഭാഗ്യം പോയിട്ടില്ല. ടേൺ എടുക്കാം. വെയിൻ റോണി ഡാഷ് അടിക്കാം. അടുപ്പിച്ച് നോക്കാം. വെയിൻ റോണി. നമ്മളിപ്പോൾ നമ്മുടെ റൂണിയെ വെച്ചിട്ട് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കളിപ്പിച്ചൊരു 10-15 കളിയൊക്കെ കളിപ്പിച്ചു കേട്ടോ. സോ അതിൽ 15 ഗോള് ഒരു അസിസ്റ്റാണ്. എൻ്റെ കളിയ ചാർജ് കഴിയാറായല്ലോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. മോശം പറയാല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആക്രോബാറ്റിക് ഒന്നും ആ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആക്രോബാറ്റിക്കുള്ള സിസ്റ്റർ കട്ടൊന്നും എനിക്ക് അടിക്കാൻ പറ്റിയില്ല കേട്ടോ. ക്ഷമിക്കണം. ഞാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ പച്ച ഷോക്കായിരുന്നു. പന്ത് കാൽമീൻ കൂടി കൊള്ളില്ല. അങ്ങനെ തെറിച്ചു വീഴുക. സിസ്റ്റർ കട്ട് അടിക്കാൻ ചാടിയിട്ട് കൂട്ടുകാരന്മാർ പന്ത് എറിഞ്ഞിട്ടില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. പന്ത് സൈഡിൽ കൂടെ കൊണ്ട് ആള് നിലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വഴിയിലാണ് അടിക്കാൻ നോക്കിയതൊക്കെ പാളിപ്പോയി പറയാം. എപ്പോഴേലൊക്കെ അങ്ങനെ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഷോർട്സൊക്കെ ആയിട്ട് ഇറക്കാം കേട്ടോ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ലോങ് റേഞ്ചൊക്കെ അത്യാവശ്യം അടിച്ച് കയറുന്നുണ്ട്. എന്നാലും ഫിനിഷിങ് 93 ഉള്ളൂ. അത് സാധ്യത വെക്കുമ്പോൾ 90 ആയിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ കൂട്ടി കൊടുത്തോ. എന്നിട്ട് കയറണമൊന്നുമില്ല ശരിക്കും. നമ്മൾ ഇഷ്ടംപോലെ ഷോട്ട് അടിച്ചെങ്കിൽ കണ്ടില്ലേ. കുറേ സേവ്സാണ് ഗോൾ ചെയ്തത്. അതും റീച്ചിലേക്കൊക്കെ വരുന്നത്. മൂലയ്ക്ക് പോകണില്ല. റീച്ചിലേക്കാണ് അടി വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ സ്കിൽസ് ആഡ് ചെയ്തില്ല. ഇതിലിപ്പോൾ ഡബിൾ ടച്ച് മാസ്റ്റർ ടേണൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഗോൾ മഴ പെയ്തായിരുന്നു ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ഒരു സ്കില്ല് പോലും ഉപയോഗിക്കാണ്ടാണ് ജസ്റ്റ് ജോയ്സ്റ്റിക് ഡ്രിബിൾ വെച്ചിട്ടാണ് ഡ്രിബിൾ ചെയ്ത് ഉള്ളിൽ കൂടെ ഒക്കെ ചെറിയ സ്പേസ് കൂടെ ഡ്രിബിൾ ചെയ്ത് കയറിയിരുന്നുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ അതായത് സ്മൂത്തായിട്ട് തോന്നിട്ടോ. പിന്നെ ഹെവി ആണോ ചോദിച്ചാൽ ഹെവി ഒന്നല്ല. ടേൺസൊക്കെ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. ഫിസിക്കലി നന്നായിട്ട് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കാർഡാട്ടോ അത്. പിന്നെ അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാണ്ടുള്ളൂ. മോശം പറയാനുള്ളതൊന്നുമില്ല. ഫ്രീ കാർഡ്സിന് കിട്ടിയാൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത്രേ ഉള്ളൂ. മറ്റേ പോലെ ഓവർ പവർഡ് റണ്ണും കാര്യങ്ങളൊന്നും എടുക്കുന്ന കാർഡല്ല. സെറ്റ് പീസ് പറയുമ്പോൾ നമുക്ക് ഫ്രീ കിക്കൊന്നും കിട്ടിയില്ല. 2-3 കോർണർ കിട്ടി. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. 2 ഗോളായി തോന്നുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 10ൽ ഒരു 6.5-7 കൊടുക്കാം. ഓക്കെ. ഫ്രീ കാർഡ്സിനെ സംബന്ധിച്ച് ഒരു 10ൽ ഒരു 9 കൊടുക്കാം. അതിനുള്ള സാധനമുണ്ട്. ഓക്കെ. അല്ലാണ്ട് ഓവർ റേറ്റ് നോക്കുകയാണെങ്കിൽ 10ൽ ഒരു 7 അതിനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇനി എന്തായാലും നമുക്ക് ട്രഷർ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റിയോ ഫെർഡിനാൻഡൊക്കെ വരാണ്ട്. സോ അതിൻ്റെയൊക്കെ റിവ്യൂ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്യാട്ടോ. അതുപോലെ തന്നെ ഇനി ഈ പാക്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിവ്യൂ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ചെയ്യണതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.